പരിശുദ്ധ പരമദിവ്യ കാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഇന്ന് ജൂൺ മാസം 10-ാം തീയതി ബുധനാഴ്ച. വിശുദ്ധ ഔസേപിതാവിൻ്റെ മാധ്യസ്ഥം നമുക്കിന്ന് പ്രാർത്ഥിക്കാം. പുതിയ പ്രഭാതം തന്ന നല്ല തമ്പുരാൻ്റെ മുമ്പിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ശിരസ് നമിക്കാം. നാഥ, കൂടെ ഉണ്ടാകണമേ. ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളും അങ്ങയുടെ ഹിതപ്രകാരം ചെയ്യാനുള്ള കൃപ നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 3-ാം വചനം ധ്യാനിക്കാം. യേശു മറുപടി പറഞ്ഞു, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപനിമിത്തമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. ജന്മന അന്ധനായവനെ സുഖപ്പെടുത്തുന്ന പശ്ചാത്തലം. ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ രോഗങ്ങളും എല്ലാ പ്രശ്നങ്ങളും പൂർവികരുടെ കുറവ് കൊണ്ട് സംഭവിക്കുന്നതല്ല എന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. എന്നാൽ എല്ലാ സഹനങ്ങളും ദൈവം അനുവദിക്കുന്നതാകണമെന്നുമില്ല. നമ്മെ കർത്താവിൽ നിന്നും അകറ്റാൻ പിശാചും സഹനങ്ങൾ തരും. നമ്മുടെ സഹനങ്ങൾ ആരു തരുന്നതാണെന്ന് മാനുഷികമായ രീതിയിൽ നമുക്ക് തിരിച്ചറിയാനാകില്ല. ചെയ്യാനുള്ളതൊന്നു മാത്രം. ഏത് സഹനത്തിലും കർത്താവിനോട് ചേർന്ന് നിൽക്കും. അവിടെ നിന്നൊരു ഇഞ്ചു പോലും അകലില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുക. കർത്താവെ, സഹനങ്ങളെ ദൈവികമായ കണ്ണുകൊണ്ട് കാണാനുള്ള കൃപ നൽകി ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ല ദിവസം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.